അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് വെള്ളത്തിൻ്റെ ഹുക്മുകളെക്കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മോട് സൂചിപ്പിച്ചു, വഹുവല്ലദീ അർസല റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതി വഅൻസൽനാ മിനസ്സമാഇ മാഅൻ തഹൂറാ. മഴയുടെ മുന്നോടിയായി കാറ്റിനെ സുവിശേഷമായി പറഞ്ഞയക്കുന്നവനാണ് അള്ളാഹു. നാം വാനലോകത്ത് നിന്ന് ശുദ്ധീകരിക്കുന്നതിന് പറ്റുന്ന ജലത്തെ ഇറക്കിയിരിക്കുന്നു. അപ്പം ശുദ്ധിയാക്കാൻ പറ്റുന്ന വെള്ളം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഇറക്കി തന്നിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറയുന്നുണ്ട്. ഈ വെള്ളത്തിനെ കുറിച്ച്, മഴയിലൂടെയാണല്ലോ നമുക്ക് വെള്ളം ലഭിക്കുന്നത്. അത് അള്ളാഹു തആല കാറ്റിനെ അയച്ച് പ്രത്യേകം സ്ഥലങ്ങളിൽ, അള്ളാഹു തആല ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ ആ കാറ്റിലൂടെ മേഘങ്ങളെ എത്തിച്ചുകൊണ്ട് മഴ വർഷിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളിൽ പെട്ടതാകുന്നു കാറ്റും മഴയും. കാറ്റ് മേഘത്തെ വഹിച്ചു നീങ്ങുന്നു. ജലകണികകൾ തുടിച്ചു നിൽക്കുന്ന മേഘം അങ്ങനെ അള്ളാഹു ഇച്ഛിക്കുന്നിടങ്ങളിൽ പെയ്തിറങ്ങുന്നു. ഈ അനുഗ്രഹങ്ങളെ അവഗണിക്കുന്നവനായി വിശ്വാസി മാറരുത്. കാറ്റിനെ ചീത്ത പറയരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. കാറ്റടിക്കുമ്പോൾ ചൊല്ലേണ്ട പല ദിക്റുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി കാണാം. അതായത് നമ്മൾ വെള്ളത്തിൻ്റെ ഹുക്കുമുകൾ, വിധികൾ പറയുന്നതിൻ്റെ ഒരു ആമുഖമായിട്ട് വെള്ളത്തിനെ കുറിച്ചും മഴയെക്കുറിച്ചും, മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ചൊല്ലേണ്ട അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോൾ നാം ചൊല്ലേണ്ട ദിക്റുകളെക്കുറിച്ചുമൊക്കെ ഒന്ന് ചെറുതായി പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം. അപ്പോൾ കാറ്റടിക്കുന്ന സമയത്ത് ചൊല്ലേണ്ട ഒരു ദിക്റാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വഖൈറ മാ ഫീഹ വഖൈറ മാ ഉർസിലത് ബിഹി വഅഊദു ബിക മിൻ ശർരിഹ വശർരി മാ ഫീഹ വശർരി മാ ഉർസിലത് ബിഹി. അപ്പം അല്ലാഹു തആലയോട് നമ്മൾ ചോദിക്കുകയാണ് ഈ കാറ്റിൽ നിന്നുള്ള ഖൈറിനെയും ആ കാറ്റ് മുഖേന വരുന്ന ഖൈറിനെയും ഒക്കെ ചോദിക്കുന്നു. അതുപോലെ അതിൻ്റെ ഷെറിനെയും അത് മുഖേന ഉണ്ടാകുന്ന അത് കൊണ്ടുവരുന്ന ഷെറുകളെ തൊട്ടും അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു എന്ന് അർത്ഥം വരുന്ന ഒരു ദിക്റാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാറ്റടിക്കുമ്പോൾ ചൊല്ലാൻ വേണ്ടി നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചാൽ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ മഴ പെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു ദിക്റാണ് അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. അല്ലാഹുവേ, സുന്ദരവും സുഭിക്ഷവുമായ മഴ നീ പെയ്യിക്കണമേ എന്ന്. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ എന്ന് ദിക്ർ ചൊല്ലുക. അപ്പോൾ ഒരു ആമുഖം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്ക് വെള്ളത്തിൻ്റെ ഹുക്കുമുകളെ കുറിച്ച് പറയാം. വെള്ളം നമ്മൾ വുളൂ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്, നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ അലക്കാനും ശുദ്ധീകരണത്തിനും എല്ലാ ആവശ്യങ്ങൾക്കും പ്രത്യേകിച്ച് കേരളീയരായ നമ്മൾ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. മറ്റ് ചില രാജ്യങ്ങളിൽ യൂറോപ്യൻസൊക്കെ ടിഷ്യൂ പേപ്പറും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അതും അനുവദനീയം തന്നെയാണ്. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് നാം കൂടുതലും ഉപയോഗിക്കുന്ന വെള്ളത്തിനെ കുറിച്ചാണ്. അപ്പോൾ ആയത്തിൽ മാഉൻ തുഹൂർ എന്ന് പറഞ്ഞല്ലോ, ശുദ്ധിയുള്ള വെള്ളം. ഇതിൻ്റെ ഉദ്ദേശം സ്വയം ശുദ്ധവും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളമാകുന്നു. ത്വാഹിറുൽ ഫീ നഫ്സിഹി വ മുതഹിറുൽ ലിഗൈരിഹി. സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും കഴിവുള്ളതുമായ വെള്ളമാണ് തൊഹൂറായ വെള്ളം. മാഉൻ തൊഹൂർ എന്ന് പറയുന്ന വെള്ളം സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ വെള്ളം. മാഉൻ മുത്തലഖ് എന്ന് പറഞ്ഞാലും തൊഹൂറായ വെള്ളം തന്നെയാണ്.
അപ്പോൾ മുത്തലക്കായ വെള്ളം എന്നും തൊഹൂറായ വെള്ളം എന്നും ഈ വെള്ളത്തിന് പേരുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ കിണറിലെ വെള്ളം, അതുപോലെ പുഴയിലെ വെള്ളം, സമുദ്രത്തിലെ വെള്ളം, മഴവെള്ളം, ഇതൊക്കെ മാഉൻ തൊഹൂറിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ സുർക്ക, പനനീർ ജലം തുടങ്ങിയവയൊന്നും ശുദ്ധീകരണത്തിന് പറ്റില്ല. അവ സ്വയം ശുദ്ധിയുണ്ടെങ്കിലും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ പര്യാപ്തമല്ല. അപ്പം അതൊക്കെ ശുദ്ധിയുള്ളത് തന്നെയല്ലേ? നമ്മൾ കുടിക്കുന്ന ഇളനീര് വെള്ളം, അതുപോലെ തന്നെ കഞ്ഞിവെള്ളം, ചായ, ഇതൊക്കെ ശുദ്ധിയുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ കുടിക്കുന്നത്. നജസാണെങ്കിൽ നാം ഒരിക്കലും അത് കുടിക്കില്ല. അപ്പോൾ അത്തരം പാനീയങ്ങൾക്ക് സ്വയം ശുദ്ധിയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിന് മറ്റൊന്നിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവില്ല, അതുകൊണ്ട് അത് തൊഹൂറല്ല. അത്തരം വെള്ളങ്ങൾക്ക് തോഹിർ എന്നാണ് പറയാ. സ്വയം ശുദ്ധിയുണ്ട്, തോഹിറും ഫീ നഫ്സിഹിയാണ്. എന്നാൽ മുത്തഹിറുൻ ലിഗൈരിഹി, മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും കൂടെ കഴിവുണ്ടാവുമ്പോഴാണ് തൊഹൂർ എന്ന് നമ്മൾ പറയാം. അപ്പോൾ ശുദ്ധീകരണത്തിന് തൊഹൂറായ വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോൾ അതിൻ്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞല്ലോ. മഴവെള്ളവും നമ്മൾ കിണറ്റിലെ വെള്ളവും ഒക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അതുപോലെ പുഴ, സമുദ്രം, കായൽ, ഇതൊക്കെ ശുദ്ധിയുള്ള വെള്ളങ്ങളാണ്, തൊഹൂറായ വെള്ളങ്ങളാണ്. അപ്പോൾ ഇനി കൂടിയ വെള്ളവും കുറഞ്ഞ വെള്ളവും നമ്മളൊന്ന് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ ആവശ്യകത നമുക്കൊന്ന് നോക്കാം. ഇസ്ലാമിക കർമ്മശാസ്ത്രം അനുസരിച്ച് 2 കുല്ലത്ത് എത്തിയ വെള്ളമാണ് കൂടിയതായി പരിഗണിക്കുക. അപ്പോൾ കൂടുതലുള്ള വെള്ളം എന്ന് കർമ്മശാസ്ത്ര നിയമം അനുസരിച്ച് പറയണമെങ്കിൽ 2 കുല്ലത്ത് വെള്ളം വേണം. അതിനേക്കാൾ ചുരുങ്ങിയാൽ മാഉൻ ഖലീൽ അഥവാ കുറഞ്ഞ വെള്ളം എന്നാണ് പറയുക. അപ്പോൾ സുമാർ ഏകദേശം 191 കിലോഗ്രാം ജലമാണ് 2 കുല്ലത്ത്. ചതുരത്തിലുള്ള, അപ്പോൾ 190 നമ്മൾ മുമ്പൊക്കെ പഠിച്ചിട്ടുണ്ട്, ഏകദേശം 200 ലിറ്റർ. അങ്ങനെ കണക്കാക്കിയാൽ ഒരിക്കലും അത് കുറവ് വരില്ല, അതുകൊണ്ടാണ് 200 ലിറ്റർ വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശ കണക്കാണ്. അപ്പോൾ 200 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ എന്തായാലും അത് 2 കുല്ലത്ത് വെള്ളമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി അതിൻ്റെ കുഴിയുടെ അളവ്, ഏത് പാത്രത്തിൽ, എത്ര വലുപ്പമുള്ള പാത്രത്തിലാണ് 200 ലിറ്റർ അതല്ലെങ്കിൽ 2 കുല്ലത്ത് വെള്ളം ഉണ്ടാവുക എന്നുള്ളത് പരിശോധിക്കാം. ചതുരത്തിലുള്ള ഒരു കുഴിയോ പാത്രമോ ആണെങ്കിൽ, അഥവാ സ്ക്വയറായിട്ട്, മനുഷ്യൻ്റെ കൈമുഴത്തിന് 1.25 മുഴം, നമ്മുടെ മുട്ടുവരെയുള്ള ഭാഗമാണല്ലോ, കൈയിൻ്റെ മുട്ടുവരെയുള്ള ഭാഗമാണ് ഒരു മുഴം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മുഴവും പിന്നെ അതിൻ്റെ 1/4 ഭാഗവും, അപ്പോൾ 1.25 മുഴം വീതിയും നീളവും ആഴവും ഉണ്ടായിരിക്കണം. അപ്പോൾ സമചതുരമായിട്ട് 1.25 മുഴം വീതി, നീളം, ആഴം, ഇത്തരത്തിലുള്ള ഒരു കുഴി അല്ലെങ്കിൽ പാത്രമുണ്ടെങ്കിൽ അതിൽ 2 കുല്ലത്ത് വെള്ളം ഉണ്ടാകും എന്നാണ് കണക്ക്. ഇനി വട്ടത്തിലാണെങ്കിൽ അതിൻ്റെ അളവ് വീതി 1 മുഴം, ആഴം 2.5 മുഴം. ത്രികോണാകൃതിയിലാണെങ്കിൽ നീളവും വീതിയും 1.25 മുഴവും ആഴത്തിൽ 2 മുഴവുമാണ് കണക്കാക്കുന്നത്. ലിറ്റർ ഗണിക്കുകയാണെങ്കിൽ 191 ലിറ്റർ ആണ് 2 കൊല്ലത്ത്. നേരത്തെ കിലോഗ്രാമും 191 പറഞ്ഞത്, ഇവിടെ ലിറ്റർ 191 പറയുന്നത്. എന്തായാലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അതിനാണ് ഞാൻ പറഞ്ഞത് 200 ലിറ്റർ ഏകദേശം കണക്കാക്കിയാൽ എന്തായാലും അതിൽ കുറവ് സംഭവിക്കുകയില്ല. ഇനി ഇതിൻ്റെ ഹുക്കും, അപ്പോൾ കൂടുതൽ വെള്ളം ഉണ്ടാവണമെങ്കിൽ ഈ 2 കുല്ലത്ത് വെള്ളം ഉണ്ടെങ്കിലേ അതിന് കൂടുതൽ വെള്ളം എന്ന് പറയുകയുള്ളൂ. അതിനേക്കാൾ കുറഞ്ഞാൽ അഥവാ 2 കുല്ലത്ത് വെള്ളത്തിന് താഴെയാണെങ്കിൽ അത് കുറഞ്ഞ വെള്ളത്തിൻ്റെ വിധിയാണ് അതിനുണ്ടാവുക. അപ്പോൾ 2 കുല്ലത്തിനേക്കാൾ കുറഞ്ഞ വെള്ളമാണെങ്കിൽ നജസ് ചേരൽ കൊണ്ട് തന്നെ മലിനമായി മാറി. അഥവാ 2 കുല്ലത്തിൽ കുറഞ്ഞ വെള്ളം, ഇപ്പം നമ്മുടെ ചെറിയ ബക്കറ്റിലുള്ളത് അതൊന്നും 200 ലിറ്ററിന് അടുത്തുണ്ടാവില്ലല്ലോ. അപ്പോൾ ചെറിയ ബക്കറ്റിലൊക്കെ ഉള്ള വെള്ളത്തിലേക്ക് ഒരു മൂത്രം തെറിക്കുകയോ അല്ലെങ്കിൽ രക്തം ഉറ്റി വീഴുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നജസായി മാറും. മുമ്പൊക്കെ നമ്മൾ കാണാറുണ്ട്, പഴയ ഉമ്മമാരൊക്കെ കുറഞ്ഞ വെള്ളത്തിൽ കുട്ടികൾ കൈയിട്ടാൽ പിന്നെ അത് വുളു എടുക്കാറില്ല.
അങ്ങനെ എടുക്കാതിരിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം കുട്ടിയുടെ കയ്യിൽ എപ്പോഴും നജസ്സുണ്ട് എന്നുള്ളത് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ലല്ലോ. നേരെ കുട്ടി ഒരു മൂത്രത്തിൽ കൈയിട്ടതിന് ശേഷം നമ്മൾ കണ്ടു, ആ മൂത്ര കൈമലായതിനു ശേഷം അതേപോലെ വെള്ളത്തിൽ കൈയിട്ടാൽ ആ വെള്ളം നജസ്സായി മാറും. അപ്പോൾ നജസ് ചേരൽ കൊണ്ട് തന്നെ ഈ കുറഞ്ഞ വെള്ളങ്ങൾ, ഈ ഒരു തുള്ളി മൂത്രം അതിലേക്കാകുന്നതോടുകൂടെ അത് നജസായിട്ട് മാറും. കൂടുതലാണെങ്കിൽ, അഥവാ വെള്ളം 2 കുല്ലത്തിൽ കൂടുതലുണ്ട് എങ്കിൽ അത് ഈ ഒരു നജസിന്റെ തുള്ളി അതിലേക്ക് തെറിക്കൽ കൊണ്ടൊന്നും എന്താവൂല, അത് നജസാവില്ല. അതാണ് ഈ കുറഞ്ഞ വെള്ളവും കൂടുതൽ വെള്ളവും തമ്മിലുള്ള വ്യത്യാസം. ഈ കുറഞ്ഞ വെള്ളത്തിൽ നജസ് എന്തെങ്കിലും അതിലേക്ക് ചേരുന്നതോടു കൂടെ അത് നജസായി മാറി, ആ വെള്ളം നജസ്സുള്ള വെള്ളമായിട്ട് മാറി. അപ്പോൾ ആ വെള്ളം കൊണ്ട് പിന്നെ നമുക്ക് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ ശുദ്ധിയുള്ള ഒരാൾ ആ വെള്ളത്തിലേക്ക് കൈയിട്ടത് കൊണ്ട് ആ കുറഞ്ഞ വെള്ളം ഒരിക്കലും നജസാവുകയോ ഉപയോഗശൂന്യമാവുകയോ ചെയ്യുന്നില്ല. നമുക്ക് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ നജസാണ് അതിലേക്ക് ചേർന്നത് എങ്കിൽ അതൊരിക്കലും നമുക്ക് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ കൂടുതലുള്ള വെള്ളം, അഥവാ 2 കുല്ലത്ത് ഉള്ള വെള്ളമാണെങ്കിൽ ആ വെള്ളത്തിലേക്ക് ഇതുപോലെ അല്പം നജസായതുകൊണ്ട് അത് നജസായി മാറുകയില്ല, അതല്ലെങ്കിൽ ഉപയോഗശൂന്യമാവുകയില്ല. മറിച്ച് അത് നജസായി മാറണമെങ്കിൽ നിറം, വാസന, രുചി ഇവകളിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ മാത്രമേ ശുദ്ധീകരണത്തിന് പറ്റാതിരിക്കുകയുള്ളൂ. അപ്പോൾ കൂടുതലുള്ള വെള്ളം, അഥവാ 2 കുല്ലത്തിലുള്ള വെള്ളം, ആ വെള്ളത്തിലേക്ക് നജസായി, ആ നജസായത് കാരണം ആ വെള്ളത്തിൻ്റെ നിറമോ വാസനയോ രുചിയോ വ്യത്യാസപ്പെട്ടെങ്കിൽ മാത്രമേ അത് ശുദ്ധീകരണത്തിന് പറ്റാതിരിക്കുകയുള്ളൂ. എന്നാൽ ഇങ്ങനെയുള്ള പകർച്ച സ്വന്തമായോ മറ്റ് വെള്ളം പമ്പ് ചെയ്തതിനാലോ നീങ്ങിപ്പോയാൽ ആ ജലം ശുദ്ധിയുള്ളതായി മാറുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കിണറ്റിൽ കുറച്ച് വെള്ളമുണ്ട്, അഥവാ 2 കുല്ലത്തിൽ കൂടുതൽ വെള്ളമുണ്ട്. ആ വെള്ളത്തിലേക്ക് ഒരു എലി വീണു ചത്തു, അതല്ലെങ്കിൽ ഒരു പൂച്ച വീണു ചത്തു. അങ്ങനെ ആ പൂച്ചയെ നമ്മൾ എടുത്തിട്ടു. അതിനുശേഷം ആ കിണറ്റിലെ വെള്ളം വാസനിക്കുന്നുണ്ട്, ദുർഗന്ധമുണ്ട്. അപ്പോൾ അത് നജസാണ്, അത് നജസായ വെള്ളമാണ്. അതുകൊണ്ട് ശുദ്ധീകരണത്തിന് പറ്റില്ല. അങ്ങനെ അത് ഉപയോഗിക്കാതിരുന്നു. 1 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു പക്ഷേ മഴയൊക്കെ പെയ്തിട്ടുണ്ടാവാം, എന്താ ആയിക്കോട്ടെ, 1 മാസം കഴിഞ്ഞപ്പോൾ അതിന് വാസനയിലോ രുചിയിലോ നിറത്തിലോ ഒന്നും വ്യത്യാസമില്ല, നല്ല വെള്ളമാണ്. എന്നാൽ ആ വെള്ളം ശുദ്ധിയാണ്, കാരണം അത് 2 കുല്ലത്ത് വെള്ളമാണ്. അങ്ങനെയാണ് ഈ കുറഞ്ഞ വെള്ളത്തിൻ്റെയും 2 കുല്ലത്തിലുള്ള അഥവാ കൂടുതലുള്ള വെള്ളത്തിൻ്റെയും ഹുക്മ് എന്ന് പറയുന്നത്. ഇനി മാഉൻ മുസ്തഅമൽ, ഉപയോഗിച്ച വെള്ളം, സ്വയം ശുദ്ധി ഉണ്ടായിരിക്കെ തന്നെ ശുദ്ധീകരണത്തിന് പറ്റാത്ത ജലമാകുന്നു മാഉൻ മുസ്തഅമൽ. ഉപയോഗിച്ച വെള്ളം എന്നാണ് ഇതിൻ്റെ അർത്ഥം. വെള്ളം മുസ്തഅമൽ ആകുന്നതിന് 4 നിബന്ധനകൾ വേണം. എങ്ങനെയാണ് ഉപയോഗിച്ച വെള്ളം മാഉൻ മുസ്തഅമൽ എന്ന് പറയുന്നത്? അതിന് 4 നിബന്ധനകൾ. ഒന്നാമത്തെ നിബന്ധന, വെള്ളം 2 കുല്ലത്തിൽ താഴെയായിരിക്കുക. ഉപയോഗിച്ച വെള്ളം 2 കുല്ലത്തിൽ താഴെയായിരിക്കുക. അപ്പം നമ്മളൊരു കുളത്തിൽ നിന്നാണ് വുളു എടുക്കുന്നത്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ആ കുളത്തിലേക്ക് തന്നെ വീഴുന്നു, മുഖം കഴുകുന്ന വെള്ളം ആ കുളത്തിലേക്ക് തന്നെ വീഴുന്നു. ആ വെള്ളം ഒരിക്കലും മാഉൻ മുസ്തഅമൽ ആവൂല. കാരണം കുളത്തിൽ ധാരാളം വെള്ളമുണ്ട്. 2 കുല്ലത്ത് മാത്രമല്ല, എത്രയോ ആയിരക്കണക്കിന് ലിറ്ററുകൾ വെള്ളമുള്ള ഒരു കുളത്തിൽ നിന്ന് ഒഴുതെടുക്കുമ്പോൾ നമ്മൾ മുഖം കഴുകിയ വെള്ളം ആ വെള്ളത്തിലേക്ക് തന്നെ വീഴുന്നുണ്ടെങ്കിലും അത് മാഉൻ മുസ്തഅമൽ ആവുകയില്ല. കാരണം അത് കൂടുതൽ വെള്ളമുണ്ട്. അതാണ് പറഞ്ഞത്, വെള്ളം 2 കുല്ലത്തിൽ താഴെയായിരിക്കുക. രണ്ടാമത്തത്, വെള്ളം ഫർളിൽ ഉപയോഗിച്ചതായിരിക്കുക. ഇപ്പം നമ്മൾ ഫർളിൽ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ മുഖം നമുക്ക് വുളു എടുക്കുന്ന സമയത്ത് ഫർളാണ്. എന്നാൽ മുഖം കഴുകുന്നതിന് മുമ്പ് കൈ കഴുകുക, മുൻകൈ 2ഉം കഴുകുക എന്നുള്ളത് സുന്നത്താണ്. അപ്പോൾ ആ സുന്നത്തായ കഴുകൽ നമ്മൾ ഉപയോഗിച്ച വെള്ളമായി പരിഗണിക്കൂല. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വെള്ളം ഫർളിൽ ഉപയോഗിച്ചതായിരിക്കുക.
അവയവത്തിൽ നിന്ന് പിരിഞ്ഞു പോന്ന ജലമാവുക. അപ്പോൾ അവയവത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കൈ കഴുകുന്ന സമയത്ത് പിന്നെ മുഖം കഴുകി കഴിഞ്ഞു, പിന്നെ ഫർളായ മുട്ട് വരെ നമ്മൾ വുളൂ ചെയ്യുമ്പോൾ കൈ കഴുകുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ കയ്യിൽ വെള്ളം കോരിയെടുക്കുന്നു. ആ കോരിയെടുത്ത ജലം നിൽക്കുന്ന സ്ഥലം ഫർളായി കഴുകേണ്ട സ്ഥലമാണ്. കാരണം ആ കൈ മുട്ടുവരെ നമുക്ക് കഴുകൽ ഫർളാണ്. അത്തരം സന്ദർഭങ്ങളിൽ ആ കയ്യിലുള്ള വെള്ളം അത് ഫർളിൽ ഉപയോഗിച്ചതാവുകയില്ല. ആ കയ്യിൽ നിന്ന് വിട്ടു പിരിഞ്ഞു പോകണം. അവയവത്തിൽ നിന്ന് വിട്ടു പുറത്തേക്ക് പോയെങ്കിലേ അത് ഫർളിൽ ഉപയോഗിച്ചതായി പരിഗണിക്കുകയുള്ളൂ. ഉപയോഗിച്ച വെള്ളം എന്ന് നേരെ മറിച്ച് അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ കയ്യിൽ കോരിയെടുത്ത വെള്ളം കയ്യിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുമ്പോഴാണ്. അതുപോലെ അവയവത്തിൽ നിന്ന്, അത് ഏത് അവയവമായാലും, കാരണം ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ആ വെള്ളം നീങ്ങുന്നുണ്ടല്ലോ. അവയവത്തിൻ്റെ ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് അത് നീങ്ങുന്നുണ്ടെങ്കിലും അത് ആ അവയവത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്ന സമയത്ത് മാത്രമാണ് അത് മുസ്തഅമലായ വെള്ളമായി പരിഗണിക്കുന്നത്. അതുപോലെ കോരിയെടുക്കുന്നു എന്ന നിയ്യത്തില്ലാതെ കയ്യോ മറ്റോ കടത്തിയ വെള്ളമാവുക. അതായത് നമ്മൾ ബക്കറ്റിൽ നിന്ന് കൈകൊണ്ട് കോരിയെടുത്ത് ഉളുവെടുക്കുകയാണെങ്കിൽ മുഖത്തിന് വേണ്ടി നമ്മൾ കോരിയെടുക്കുമ്പോൾ ആ വെള്ളത്തിന് പ്രശ്നമില്ല, കാരണം മുഖം കഴുകാനാണ്. മുഖം കഴുകിയതിന് ശേഷം നമ്മൾ കൈ കഴുകാൻ വേണ്ടി കോരിയെടുത്താൽ ആ സമയത്ത് കൈ കഴുകൽ ഫർളായ സമയമാണ്. ആ സമയത്ത് ഈ കൈ അതിൽ ഇടുന്നതോട് കൂടെ എന്താവും? ആ വെള്ളം മുസ്തഅമലായിട്ട് മാറും. അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടിയാണ് കോരിയെടുക്കുന്നു എന്ന നിയ്യത്ത് അവിടെ പ്രത്യേകം കരുതിയാൽ, ഞാൻ കൈ കഴുകാൻ വേണ്ടി കോരിയെടുക്കുന്നു എന്നുള്ള ആ നിയ്യത്തോടു കൂടി, വെള്ളം കോരിയെടുക്കുക എന്ന നിയ്യത്തോടു കൂടി ആ വെള്ളം കോരിയെടുക്കുന്ന സമയത്ത് ആ വെള്ളം മുസ്തഅമലാവുകയില്ല. നേരെ മറിച്ച് അങ്ങനെ നിയ്യത്തില്ലാതെ മുട്ടുവരെ കഴുകേണ്ട ഫർളുള്ള സമയത്ത് കൈ കുറഞ്ഞ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളം മുസ്തഅമലായി മാറും. അങ്ങനെ ഓരോ വിഷയങ്ങളും അതുപോലെ നമുക്ക് താരതമ്യം ചെയ്ത് പരിശോധിക്കാവുന്നതാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുസ്തഅമലായ വെള്ളം ഒരുമിച്ച് കൂട്ടി 2 കൊല്ലത്തെത്തിയാൽ ഗുണവ്യത്യാസങ്ങളില്ലാത്ത പക്ഷം അത് തൊഹൂർ എന്ന പരിധിയിലേക്ക് മാറുന്നതാണ്. ഇപ്പം മുസ്തഅമലായ നമ്മൾ വുളു എടുക്കുന്ന വെള്ളം, അതിനൊന്നും പകർച്ചയൊന്നും സംഭവിച്ചിട്ടില്ല. ആ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നു. ഇപ്പം നമ്മൾ പൈപ്പിൽ നിന്ന് വെള്ളം തിരിച്ച് പിന്നെ വുളു എടുക്കുന്നു. അങ്ങനെ താഴെ ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ആ ബക്കറ്റിലുള്ള വെള്ളം നമ്മളൊരു ടാങ്കിലേക്ക് ഒഴിക്കുന്നു. നമ്മളടുത്ത് വെച്ച ഒരു 1000 ലിറ്റർ അല്ലെങ്കിൽ 500 ലിറ്റർ കൊള്ളുന്ന ഒരു ടാങ്കിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഈ വെള്ളം ഇങ്ങനെ ശേഖരിച്ച് ഈ ബക്കറ്റിൽ കൊണ്ട് വുളു എടുത്ത വെള്ളമാണ് നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നത്. അത് ശേഖരിച്ച് 200 ലിറ്റർ ആയി കഴിഞ്ഞാൽ ആ വെള്ളം സത്യത്തിൽ അത് മുസ്തഅമലായ വെള്ളമാണ്. ആ വെള്ളം കൂടിയ വെള്ളമായതുകൊണ്ട് അതിന് നമ്മൾ മുമ്പ് പറഞ്ഞ നിറമോ രുചിയോ വാസനയോ വ്യത്യാസപ്പെട്ടിട്ടില്ല എങ്കിൽ, ഇത്തരത്തിലുള്ള പകർച്ചകളൊന്നും അതിന് സംഭവിച്ചിട്ടില്ല എങ്കിൽ ആ വെള്ളവും തൊഹൂറായ വെള്ളമാണ്. അത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. നേരെ മറിച്ച് അതിന് ഇത്തരത്തിലുള്ള പകർച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വുളു ആണെങ്കിൽ മുഖം കഴുകിയതിന് പിറകെയും, കുളിയാണെങ്കിൽ ജനാബത്തിന്റെ നിയ്യത്ത് വെച്ചതിന് പിറകെയുമാണ് കോരിയെടുക്കുന്നു എന്ന നിയ്യത്ത് വെക്കേണ്ടത്. കണ്ടോ, വുളു എടുക്കുമ്പോൾ മുഖം കഴുകി കഴിയുമ്പോഴാണ് ഫർളായ കൈ കഴുകൽ വരുന്നത്. എന്നാൽ കുളിയാണെങ്കിൽ ജനാബത്തിന്റെ നിയ്യത്ത്, വലിയ ശുദ്ധി ഉയർത്തുന്നു എന്നുള്ള നിയ്യത്ത് അത് വെക്കുന്നതോടുകൂടെ ശരീരത്തിൽ എവിടെയും ഉപയോഗിച്ചാലും ഫർളിന്റെ സ്ഥലമാണ്. വുളുവിനെ പോലെയല്ലോ. വുളുവിന് പ്രത്യേകമായൊരു തർത്തീബിലാണ് അവയവങ്ങൾ നമ്മൾ കഴുകുന്നത്. കുളിയാണെങ്കിൽ നമുക്ക് എവിടെ നിന്നും തുടങ്ങാം. അതുകൊണ്ട് കുളിക്ക് നിയ്യത്ത് വെച്ചതോടുകൂടെ തന്നെ നമ്മൾ കൈ കൊണ്ട് വെള്ളം കോരിയെടുക്കുന്നെങ്കിൽ കോരിയെടുക്കുന്നു എന്നുള്ള നിയ്യത്ത് വെക്കണം. നിയ്യത്തില്ലാതെ ഈ സമയങ്ങളിൽ കൈയിട്ടാൽ ആ കുറഞ്ഞ വെള്ളം മുസ്തഅമലായി മാറും. അതാണ് മാഉൻ മുസ്തഅമൽ.
2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ മുസ്തഅമലായ വെള്ളം വീണാൽ വെള്ളത്തിൽ ചേരുന്ന ശുദ്ധിയുള്ള അഥവാ തഹൂറായ വസ്തു വീഴുന്നതിനോട് തുലനം ചെയ്ത് പകർച്ചയെ കണക്കാക്കണമെന്നാണ് നിയമം. ഇപ്പം നമ്മൾ വുളു എടുക്കുന്ന ഒരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് നാം മുഖം കഴുകുന്ന സമയത്ത് അല്ലെങ്കിൽ ഫർളായ ഒരു അവയവം കഴുകുന്ന സമയത്ത് വെള്ളം അതിലേക്ക് തെറിച്ചു വീണു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഉപയോഗിച്ച വെള്ളം അതിലേക്ക് വീണ് കഴിഞ്ഞാൽ ആ വെള്ളം എന്ത് ചെയ്യും? അത് നജസാകുമോ? അതല്ലെങ്കിൽ അത് നജസാവുന്നില്ലെങ്കിലും അത് മുസ്തഅമലായ വെള്ളമായി മാറുമോ? അതിൻ്റെ മറുപടിയാണ് ഇവിടെ പറഞ്ഞത്. ശുദ്ധിയുള്ളൊരു വസ്തു, ഇപ്പം പൊടിമണ്ണ് അല്ലെങ്കിൽ വെള്ളം, പിന്നെ മണ്ണ് കലർന്ന വെള്ളം, ഇതൊക്കെ അല്പം ആ പാത്രത്തിലേക്ക്, അതിലെത്ര വെള്ളം, വിവിധ പാത്രങ്ങളാകുമ്പോൾ അതിന് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ കുറച്ച് കലർപ്പുള്ള ഒരു വെള്ളം, മണ്ണ് കലങ്ങിയ വെള്ളമോ അല്ലെങ്കിൽ ഉജാല കലങ്ങിയ വെള്ളമൊക്കെ അതിലേക്ക് നമ്മളിൽ നിന്ന് തെറിച്ച ആ മുസ്തഅമലായ വെള്ളം എത്ര തെറിച്ചിട്ടുണ്ട്, അത്രയും വെള്ളം ഈ തൊഹൂറായ മണ്ണ് കലക്കിയതോ അല്ലെങ്കിൽ ഉജാല കലർന്നതോ ആയ വെള്ളം അതിലേക്ക് വീഴുമ്പോൾ ആ വെള്ളത്തിന് പകർച്ച സംഭവിക്കുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അത്രയും വെള്ളം അതിലേക്ക് വീഴുമ്പോൾ ഈ വെള്ളത്തിന് പകർച്ച സംഭവിക്കും സാധാരണഗതിയിലെങ്കിൽ ഈ മുസ്തഅമലായ വെള്ളവും അതിലേക്ക് വീണപ്പോൾ അതും മുസ്തഅമലായ വെള്ളമായി പരിഗണിക്കണം. അതല്ല അല്പം വീണിട്ടുള്ളൂ, സാധാരണഗതിയിൽ ഒരു ഉജാല കലക്കിയ വെള്ളമൊന്നും അത്ര ഒരു തുള്ളി വീണാൽ ആ വെള്ളം പകർച്ചയാവില്ല, അതിൽ ആ നിറം കാണില്ല, അത്രയേ തെറിച്ചിട്ടുള്ളൂ എങ്കിൽ അപ്പോൾ ഇത് മുസ്തഅമലായി പരിഗണിക്കേണ്ടതില്ല, ആ വെള്ളം ഉപയോഗിക്കാം. ഇങ്ങനെയാണ് തൊഹൂറായ വെള്ളം മുസ്തഅമലായ വെള്ളവും നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുക. ഇത് നമ്മൾ ചെറിയൊരു വിശദീകരണമാണ്. ഇത് ധാരാളം വിശദീകരിച്ച് സംശയങ്ങളൊക്കെ തീർത്ത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ സംശയമുള്ള ആളുകളൊക്കെ ചോദിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ചയിലൂടെ എല്ലാം മനസ്സിലാക്കാവുന്നതാണ്. ഇനി വിട്ടുവീഴ്ചയുള്ള നജസ്സുകൾ, അഫുവുള്ള നജസ്സുകൾ. വെള്ളത്തിൽ മാത്രമായി വിട്ടുവീഴ്ചയുള്ള ചില നജസ്സുകൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. വെള്ളത്തിൽ തന്നെ വളരുന്ന മത്സ്യം, അട്ട പോലുള്ളതിൻ്റെ കാഷ്ടം. ഇപ്പോൾ വെള്ളത്തിൽ വളരുന്ന ജീവികളുടെ, ഇത്തരത്തിലുള്ള മത്സ്യം, അട്ട പോലുള്ള ജീവികളുടെ കാഷ്ടം, അത് വെള്ളത്തിലുണ്ടെങ്കിൽ അതിനെ തൊട്ട് നമുക്ക് അഫുണ്ട്. സംഗതി കാഷ്ടം നജസാണ്, അത് വെള്ളത്തിലുണ്ടാകുമ്പോൾ ആ വെള്ളം മലിനമാകാൻ സാധ്യതയുണ്ട്. അപ്പം അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ അതിനെ തൊട്ട് അഫുണ്ട് എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ വെള്ളത്തിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റാത്ത മരയിലകളിൽ വളരുന്ന മരയില ജന്തുക്കളുടെ വിസർജ്യങ്ങൾ, ഇപ്പോൾ കുളത്തിന് മുകളിലോ കിണറിന് മുകളിലോ എല്ലാം മരങ്ങൾ ചാഞ്ഞു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ താമസിക്കുന്ന ജീവികളുടെ കാഷ്ടം അതിലേക്ക് വീണിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത്തരം സന്ദർഭങ്ങളിലും നമുക്ക് അഫുണ്ട്, വിട്ടുവീഴ്ചയുണ്ട്. അതുപോലെ എലിശല്യം കാരണം പ്രയാസകരമായ സാഹചര്യത്തിൽ ടോയ്ലറ്റുകളിലെയും മറ്റും ജലസംഭരണികളിൽ എലികളിടുന്ന കാഷ്ടങ്ങൾ. എലിശല്യം ശക്തമാകുന്ന പഴയ കാലങ്ങളിലൊക്കെ ഒതു കൊടുക്കാൻ വേണ്ടി ഹൗള്, ഇന്നത് കുറേ മാറിത്തുടങ്ങി, ഇന്ന് അധികവും ടാപ്പായി പൈപ്പുകളായി മാറി. അതുപോലെ തന്നെ ടോയ്ലറ്റുകളുടെ സമീപത്തൊക്കെ ഹൗളുകൾ സ്ഥാപിച്ചിരുന്നു. വെള്ളം അവിടെ നിന്ന് കോരിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ചെറിയൊരു ടാങ്ക് ഉണ്ടാവും. പഴയ രീതി അങ്ങനെയായിരുന്നു. ഇന്ന് നമുക്ക് ടാപ്പിലൂടെ അടച്ചു വെച്ച ടാങ്കിൽ നിന്നാണ് വരുന്നത്. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ എലികളുടെ ശല്യം അവരെ തൊട്ട് സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ അത്തരം കാഷ്ടങ്ങളെ തൊട്ടും നമുക്ക് അഫുണ്ട്, മാപ്പ് ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഒലിക്കുന്ന രക്തമില്ലാത്ത ജന്തുക്കളുടെ ശവങ്ങൾ, പേന്, ഈച്ച, കടന്നൽ തുടങ്ങിയവ ഈ ഗണത്തിൽപ്പെടുന്നു. അപ്പോൾ ഇതൊന്നും ഒലിക്കുന്ന രക്തമില്ല, അതിനൊരു തുള്ളി രക്തം ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നല്ലാതെ അത് ഒഴുകിപ്പോകുന്ന രക്തമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ജന്തുക്കളുടെ ശവം ഒരു വെള്ളത്തിലേക്ക് വീണു എന്ന് വിചാരിച്ച് ആ വെള്ളം നജസായി പരിഗണിക്കേണ്ടതില്ല. അതിനകത്തോട്ട് ആഫുണ്ട്.
എണ്ണ പോലെയുള്ള സാധനങ്ങളിലും ഇവക്ക് വിട്ടുവീഴ്ചയുണ്ട്. ഇപ്പം എണ്ണ പോലെ കുറച്ച് ഉറച്ച നെയ്യ് പോലെയുള്ള സാധനങ്ങളിലേക്കൊക്കെ വീണാലും അതെടുത്ത് ഒഴിവാക്കിയാൽ മതി. അപ്പം അതിനൊക്കെ അഫുണ്ട്, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇനി നമുക്ക് നജസ് ശുദ്ധീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാം. കുറഞ്ഞ വെള്ളം കൊണ്ടാണ് ശുദ്ധിയാക്കുന്നതെങ്കിൽ നജസായ വസ്തുവിലേക്ക് ഇങ്ങോട്ട് വെള്ളമൊഴിച്ചാണ് ശുദ്ധിയാക്കേണ്ടത്. മറിച്ച് ചെയ്താൽ അത് ശുദ്ധിയാവില്ല. ഉദാഹരണത്തിന് ഒരു ഷർട്ടിൽ മൂത്രമായി. സാധാരണഗതിയിൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ മൂത്രം വീടുകളിൽ ഒഴിക്കുക, പല സ്ഥലങ്ങളിലും ഒഴിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മളത് തുഴച്ചെടുക്കുന്ന തുണിക്കഷ്ണങ്ങൾ, അതല്ലെങ്കിൽ നമ്മൾ ധരിച്ച ഡ്രസ്സിലേക്ക് മൂത്രമായി, ഈ ഡ്രസ്സ് ശുദ്ധീകരിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണഗതിയിൽ ബക്കറ്റിലാണ് വെള്ളം എടുത്ത് അലക്കാറുള്ളത്. അപ്പോൾ ആ വെള്ളത്തിലേക്ക് ഈ നജസായ തുണി ഒരിക്കലും ഇടാൻ പാടില്ല. അത് ഇടുന്നതോടുകൂടി ആ വെള്ളം നജസായി, ആ ബക്കറ്റിൽ നജസായി. ഇനി നമ്മൾ വേറെ തുണി അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിലും നജസായി. അങ്ങനെ എല്ലാം നജസാവുകയാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ട മാർഗം, നജസായ ആ തുണി എടുത്തിട്ട് ആ തുണിയിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ വെള്ളം ഒഴിച്ച് അത് ശുദ്ധിയാക്കിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഒരുമിച്ച് അലക്കാൻ വേണ്ടി മറ്റുള്ള തുണികളുടെ കൂടെ അത് വെക്കാൻ പാടുള്ളൂ. അതല്ലാതെ ഒന്നിച്ച് നജസായതും നജസല്ലാത്തതുമായ വസ്ത്രങ്ങൾ എടുത്ത് ഒരുമിച്ച് നമ്മൾ അലക്കാൻ പാടില്ല. നജസായ അത് മൂത്രമായാലും കാഷ്ടമായാലും അത് രക്തമായാലും അതുപോലുള്ള നജസായ എന്ത് വസ്തു ആയിക്കഴിഞ്ഞാലും അത് മാത്രം എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ അലക്കാൻ അല്ലെങ്കിൽ കഴുകാൻ. അത് നമ്മൾ പുഴയിലോ അതല്ലെങ്കിൽ കുളങ്ങളിലോ പോയ ധാരാളം വെള്ളമുള്ള സ്ഥലങ്ങളാണ്. ഇതൊന്നും അതിൽ ഇട്ട് അലക്കിക്കഴിഞ്ഞാൽ അതിന് പകുതി സംഭവിക്കില്ല. അത്രയും വെള്ളമുള്ളതാണെങ്കിൽ അവിടെ നമുക്ക് അതിലേക്ക് ഇട്ട് കഴുകാം. സാധാരണഗതിയിൽ വീടുകളിൽ അത്തരം സൗകര്യങ്ങൾ ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ വീടുകളിൽ നാം ഇത്തരം ശുദ്ധീകരണ സമയങ്ങളിൽ നജസായ വസ്തു നമ്മൾ അലക്കുമ്പോൾ, ശുദ്ധീകരിക്കുമ്പോൾ അതിലേക്ക് ആ തുണിയിലേക്ക് വെള്ളം ഒഴിച്ച് ആദ്യം അത് വൃത്തിയാക്കണം. ആ നജസിനെ നമ്മൾ അതിൽ നിന്ന് കളയണം. അതിന് ശേഷമേ മറ്റുള്ള വസ്ത്രങ്ങളുടെ കൂടെ അത് അലക്കാനോ കഴുകാനോ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ വായയിൽ നജസായാൽ വെള്ളം ഒഴിച്ച് നന്നായി ചുഴറ്റി തൊണ്ടക്കുഴി വരെ വെള്ളമെത്തിച്ച് വേണം ശുദ്ധിയാക്കാൻ. ഇപ്പോൾ വായയിൽ എന്തെങ്കിലും ഊന് പൊട്ടിയിട്ടോ അല്ലെങ്കിൽ പല്ല് ഇളകിയിട്ടൊക്കെ രക്തം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും നജസുകളായി കഴിഞ്ഞാൽ വായയിൽ എന്ത് ചെയ്യണം, വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ചുഴറ്റി തൊണ്ടക്കുഴി വരെ വെള്ളം എത്തിച്ച് വേണം ശുദ്ധിയാക്കേണ്ടത്. പാത്രമാണെങ്കിൽ വെള്ളം ഒഴിച്ച് ചുഴറ്റണം. നിലത്ത് നജസായാൽ ഉറച്ച പ്രതലമാണെങ്കിൽ നജസ് നീക്കി അനന്തരം അവിടെ വെള്ളം ഒഴിച്ച് വേണം ശുദ്ധിയാക്കാൻ. അപ്പോൾ നമ്മൾ വീടുകളിൽ നമ്മുടെ വീടിൻ്റെ തറയിലൊക്കെ നജസായി, മൂത്രമായി അല്ലെങ്കിൽ മറ്റു നജസ്സുകളായി കഴിഞ്ഞാൽ ആ നജസിനെ ആദ്യം നമ്മൾ ഒഴിവാക്കണം. അതല്ലാതെ അതിനോട് കൂടെ തുടച്ചെടുക്കല്ല വേണ്ടത്. ആദ്യം ആ നജസിനെ നമ്മൾ എടുത്ത് ഒഴിവാക്കിയതിന് ശേഷം പിന്നെ അവിടെ വെള്ളം ഒഴിക്കണം. ഇങ്ങനെയാണ്. എന്നിട്ട് പിന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷം ആ വെള്ളം തുടച്ചെടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് അവിടെ കൃത്യമായ രീതിയിൽ ശുദ്ധീകരണം നടക്കുകയുള്ളൂ. മണ്ണിലാണ് നജസായതെങ്കിൽ ആ നജസ്സു കലർന്ന മണ്ണ് നീക്കാതെ അവിടം ശുദ്ധിയാകുന്നതല്ല. അപ്പോൾ വെള്ളം കോരി ആ മണ്ണ് കോരിയെടുത്ത് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. വളരെ ശ്രദ്ധയോടുകൂടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേട്ട് നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും സംശയമുള്ളതൊക്കെ ചോദിച്ച് പഠിച്ചുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും നാം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ മസ്അലകളാണ് ഇന്ന് നാം ചർച്ച ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വളരെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമെല്ലാം നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബ് നമ്മുടെ ഇൽമിലും നമ്മുടെ തഅല്ലുമിലും നമ്മുടെ തഅലീമിലുമൊക്കെ
ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ത്വാഅത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം ഉദ്ദേശങ്ങളും മുറാദുകളും പറഞ്ഞുകൊണ്ട് പല ആളുകളും ദുആ ചെയ്യാൻ പറയാറുണ്ട്. അള്ളാഹു തആല എല്ലാ ആളുകളുടെയും എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. റാഹത്തും സന്തോഷവും ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.